കണ്ണീർ പൂക്കൾ പോലെ ഒരു സ്കൂളിലെ അധ്യാപകരടക്കം 9 പേർ തിരിച്ചുവരാത്തൊരു യാത്രയായി മാറിയ ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടത് ഇന്നലെ ഏകദേശം ഈ സമയത്തായിരുന്നിരിക്കണം. ഏകദേശം 24 മണിക്കൂർ മുമ്പ് ആ നാട്ടിലുള്ളവർ യാത്രയാക്കിയ അധ്യാപകരിൽ ആ 9 പേരിൽ 13 പേരിൽ 9 പേരും ജീവനറ്റ ശരീരമായിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടെമ്പോ ട്രാവലറിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ 9 ആംബുലൻസുകളിലായി പാങ് LP സ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തി നിൽക്കുന്ന കാഴ്ച. പ്രധാനാധ്യാപികയായ അജിത മുതൽ പാചകത്തൊഴിലാളിയായ സാജിദ വരെയുള്ള 9 പേർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കാണുന്നത് അപകടം നടന്ന സ്ഥലമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 40 വളവുകളാണ് ഈ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിലുള്ളത്. പലതവണ നമ്മൾ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടാണ്. ഞാൻ വ്യക്തിപരമായും ഒരുപാട് ബൈക്ക് റൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. കാരണം പൊള്ളാച്ചിയിൽ നിന്നൊരു 28 കിലോമീറ്റർ പോകുമ്പോൾ ആളിയാർ ഡാമുണ്ട്. ആ ആളിയാർ ഡാം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 40 വളവുകൾ ഗംഭീരമായ കാഴ്ചകളാണ്. അതിലൊരു 8ാമത്തെ വളവ് എത്തിക്കഴിഞ്ഞ് 9ാമത്തെ വളവ് എത്തുമ്പോഴാണ് വളരെ ഷാർപ്പായിരിക്കുന്ന ഹെയർപിനുള്ളത്. ആ 9ാമത്തെ വളവ് കഴിഞ്ഞ് പിന്നീട് 40ാമത്തെ വളവ് എത്തുമ്പോൾ അയ്യർപ്പാടി എന്ന് പറയുന്ന ഈ വാൽപ്പാറയ്ക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അയ്യർപ്പാടി. അയ്യർപ്പാടിയിലേക്ക് എത്തുമ്പോഴേക്കും ക്ലൈമറ്റ് അങ്ങ് മാറും. താഴെ ആളിയാർ ഡാമിൻ്റെ അവിടെ നിന്ന് 1ാമത്തെ ചുരം കയറുമ്പോൾ ചൂടാണെങ്കിൽ അയ്യാർപ്പടിയിൽ എത്തുമ്പോൾ സമയമാകുമ്പോഴേക്കും ഒരു നേരിയ തണുപ്പ് വന്ന് വീശാൻ തുടങ്ങും. പിന്നെ ഒരു 7-8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാൽപ്പാറ എന്ന് പറയുന്ന വളരെ തിരക്കുള്ള ഒരു 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 ടൗണാണ്. അവിടെ മലമുകളിൽ ഇത്രയും അധികം ആളുകൾ വളരെ ഡെൻസിറ്റിയോട് കൂടി താമസിക്കുന്ന സ്ഥലം. ഇടയ്ക്ക് പുലിയും ആനയും ഒക്കെ ഇറങ്ങി ശല്യപ്പെടുത്താനുള്ള സ്ഥലമാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളുള്ള, വഴിനീള നല്ല പൂക്കൾ വിടർത്തി നിൽക്കുന്ന മരങ്ങളുള്ള ഹെയർപിൻ വളവുകളാണ്. ആ വളവുകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇങ്ങനെ മനോഹരമായ ആ ഹെയർപിൻ വളവുകളിൽ പലതും അപകടകരമായ വളവുകൾ കൂടിയാണ്. ശ്രദ്ധിച്ച് വളരെ സാവധാനം ഓടിക്കേണ്ട വളവുകളാണ്. അതിൽ 13ാമത്തെ വളവിൽ എത്തിയപ്പോഴാണ്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി വഴി തിരിച്ച് പാലക്കാട് വഴി പാങ് സ്കൂളിലേക്ക് തിരികെ പോവുക എന്നതായിരുന്നു ഈ യാത്രയുടെ തിരിച്ചുവരവിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊള്ളാച്ചിയിൽ നിന്ന് ഇന്നലെ അവർ വാൽപ്പാറയിൽ നിന്ന് ചായയും കഴിച്ചതിന് ശേഷം ലഞ്ചും ഒക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് അതിനുശേഷം എന്നാൽ നമുക്കിനി ചുരമിറങ്ങി ആളിയാർ ഡാമിൻ്റെ അവിടെ പോയി കുറച്ച് നേരം നിന്ന് അതിനുശേഷം നേരെ പൊള്ളാച്ചി വഴി നേരെ പാലക്കാട്ടേക്ക് പിടിക്കുക, പാലക്കാട് നിന്ന് ഡിന്നറും കഴിച്ച് നേരെ തിരിച്ചു മടങ്ങാം എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. അങ്ങനെ വാൽപ്പാറയിൽ നിന്ന് യാത്ര അയ്യർപ്പാടിയിലെ വളവ് തൊട്ട് 40ാമത്തെ വളവ് മുതൽ ഇറങ്ങി സാവധാനം വരുന്നു. 13ാമത്തെ വളവിലെത്തുന്ന സമയത്ത് ടെമ്പോ ട്രാവൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവിടുന്ന് നേരെ ഒരു 300 അടി താഴ്ചയിലേക്ക് നോക്കിയാൽ 9ാമത്തെ ചുരം കഴിഞ്ഞ് വരുന്ന വളവാണ് കാണുന്നത്. നേരെ ആ വളവിലെ റോഡിലേക്കാണ് പോയി ഈ വാഹനം വീഴുന്നത്. പലതവണ കരണം മറിഞ്ഞു വീണ വാഹനം പിന്നീട് ടെമ്പോ ട്രാവലറാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വീണ്ടെടുത്തത്. ആ യാത്രയിലാണ് 9 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആകെ ജീവനുമായി ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് 4 പേർ. അതിലൊരാളുടെ നില അതീവ ഗുരുതരമാണ്. ബാക്കി 2 പേരുടെ കാര്യം അല്പസമയം കഴിഞ്ഞേ പറയാൻ പറ്റൂ. അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഉമ്മ മരിച്ചു. ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ യാത്രയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട മറ്റൊരു കുട്ടിയുണ്ട്, മൊസീന. 11 വയസ്സാണ് പ്രായം. ആ കുട്ടി ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. വലിയ കാര്യമായ പരിക്കുകളൊന്നുമില്ല. കാരണം വണ്ടി മറിയുന്ന ഘട്ടത്തിൽ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചാണ് ആ കുട്ടിക്ക് ജീവൻ കിട്ടിയത്. ബാക്കിയുള്ളവരെല്ലാവരും അതിനുള്ളിൽ തന്നെ പെട്ടുപോവുകയായിരുന്നു. അതിൽ ചിലരൊക്കെ പിന്നീട് തെറിച്ചു വീഴുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു ചുരമിറങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് നിന്നും യാത്ര തിരിച്ച് മണ്ണാർക്കാട് ചുരമിറങ്ങുകയാണ്. ഇതേപോലെ ഒരു ചുരമായിരുന്നു വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള ചുരം. അതിൽ ഒറ്റ വാഹനത്തിലായിരുന്നു 13 പേരെങ്കിൽ 9 ആംബുലൻസുകൾ ഇപ്പോൾ മറ്റൊരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മണ്ണാർക്കാട് ചുരമാണ്. മണ്ണാർക്കാട് ചുരം ഇറങ്ങി ഇനി ഇപ്പോൾ അടുത്താണ്, വളരെ അടുത്താണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പാങ്ങിലേക്ക് ഇവരെല്ലാവരും എത്തും.